കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു എലനോർ സ്പാർത്തയെ ഉണ്ടെങ്കിൽ പോലീസ് പൊക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് അത് റോഡിൽ കൊണ്ടുവന്ന് ഇടുകയും പോലീസ് പിടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഇത് കണക്ക് കേസും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ എലൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, തനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് എന്നുള്ള രീതിയിലൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിർത്താത്തതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനിലുണ്ടെങ്കിൽ തനിക്ക് ഭയങ്കരമുള്ള ഒരു ടെൻഷനായി പോയി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തുകൊണ്ട് പോയത്. അതല്ലാതെ അവരെ കണ്ടിട്ട് നിർത്താതെ പോയൊന്നും അല്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും അതിനുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വിധി എന്നുള്ള രീതി വന്നിട്ടുണ്ട്. എലൻ്റെ ഉണ്ടെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്തേക്ക്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് 3 മാസത്തേക്ക്. ഇത് മാത്രം പോരാ, വേറെ ഫൈനും കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ വിവരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 3 മാസത്തേക്കുണ്ടെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇതിന് പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ചെയ്യുന്ന തെറ്റൊക്കെ വന്നിട്ട് ഇതേ കണക്കിരുന്ന് സോഷ്യൽ മീഡിയ പറയുന്നത് കാണുമായിരിക്കും. അതിൽ എലനും ഒരാളാണ് ഇതേ കണക്ക് ഭയങ്കര നന്മ വരെ അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ. അവസാനം വരുമ്പോഴത്തേക്ക് ഇവരും ഇതേ കണക്കുള്ള ഏതെങ്കിലും ഒരു കേസിൽ വന്നിട്ട് അകപ്പെടുന്നതായിരിക്കും. എന്നിട്ടുണ്ടെങ്കിൽ അവസാനം വന്നിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയെന്നുള്ള രീതിയിൽ പറയുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നതാണ്.